പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നോമ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയിൽ വായിക്കുന്ന വേദഭാഗം വിശുദ്ധനായ ലൂക്കോസ് ഏവങ്കേലിയോസൻ 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവസന്നിധിയിൽ വന്നുപോയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് ഒരു ദാസിയെ വിടുവിക്കുന്ന മഹത്തായ ഒരു ആത്മീയ ചൈതന്യം പകരുന്ന ഒരു സംഭവമാണ് പ്രതിപാദ്യ വിഷയം. കാലാകാലങ്ങളിലായി നമ്മളിത് കേൾക്കുന്നു. അതിൻ്റെ ആഴമായ അർത്ഥം അല്പം കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദാസിയെ വിളിക്കുന്നത് ഇവൾ അബ്രഹാമിൻ്റെ മകളാണല്ലോ, ആയതുകൊണ്ട് അവൾ സകല ബന്ധനങ്ങളിൽ നിന്നും മോചിക്കപ്പെടേണ്ടതാണ് എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് സംശയാലുക്കളായ മറ്റ് യഹൂദ വർഗത്തോട് കർത്താവ് ഓർപ്പിക്കുകയാണ്. ഡോട്ടർ ഓഫ് എബ്രഹാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ദിസ് ഹൈലൈറ്റ്സ് ബോത്ത് ദ വുമൺസ് കവനൻ്റൽ ഐഡൻറ്റിറ്റി ആൻഡ് ദ ഹിപ്പോക്രസി ഓഫ് ദ ഫാരിസീസ് ഇൻ റിഗാർഡിംഗ് their compassionless attitude. അവരുടെ യാതൊരു കരുണയും ദയവുമില്ലാത്ത മയവുമില്ലാത്ത കാപട്യം നിറഞ്ഞ അവരുടെ പ്രതികരണങ്ങളെ, ആത്മീയ പ്രതികരണങ്ങളെ കർത്താവ് നിശിതമായിട്ട് വിമർശിക്കുകയും എന്നാൽ ചില സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കവനൻ്റൽ റിലേഷൻ. ഈ സ്ത്രീ ഒരു ഉടമ്പടിയുടെ സത്വം അവളിലുണ്ട്. അത് അബ്രഹാമിലൂടെ ലഭിക്കുന്ന ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ അവകാശി ഇവളാണ്. ഇവൾക്കും ആ അവകാശമുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. കവനൻ്റൽ ഐഡൻറ്റിറ്റി ആൻഡ് സ്പിരിച്വൽ ലീനിയേജ്. ഉടമ്പടിയുടെ സത്വവും ആത്മീയ വംശ പാരമ്പര്യവും. ആ വംശ പരമ്പരയിൽ ഇവൾ പെട്ടവളാണ്. അബ്രഹാമിൻ്റെ മകൾ ഇവൾ ആയിരിക്കുന്നു. കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനിടയിൽ അവളുടെ ശരിയായ സ്ഥാനം ക്രിസ്തു ഉറപ്പിക്കുന്നു. 18 വർഷമായി ആരാധനാ സ്ഥലങ്ങൾ വരുമെങ്കിലും എല്ലാവരോടും കൂടെ ചേർന്ന് നിന്ന് ആരാധിക്കുവാനുള്ള ചില പ്രതിസന്ധികൾ ഈ ദാസിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അത് വലിയ ഒരു ഭാരമായി പരിണമിക്കപ്പെട്ട് അവൾ ഭൂമിയോളം വളഞ്ഞു പോയിരുന്ന ഒരനുഭവമാണ്. വല്ലാത്ത ഒരു പാപത്തിൻ്റെ ഭാരം ഈ ദാസിയെ സകല കൂട്ടായ്മയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. അബ്രഹാമിൻ്റെ അവകാശികൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രമാകണമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. ഈ ഒരു സംഭവം നമ്മളെ ഓർപ്പിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ റിമൈൻഡർ ദാറ്റ് ദോസ് ഹു ആർ ഹയേഴ്സ് ഓഫ് എബ്രഹാം ഷുഡ് ബി റെസിപ്പൻ്റ് ഓഫ് ഗോഡ്സ് മേഴ്സി. അബ്രഹാമിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് അവർ പാത്രമാകണം. നമ്മളെല്ലാവരും പാടാറുണ്ട്, നാം അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെ ഉണ്ട് എന്ന്. പക്ഷേ അബ്രഹാമിൻ്റെ ഈ കവനൻ്റൽ റിലേഷൻ അല്ലെങ്കിൽ ആ വംശപാരമ്പര്യ ബന്ധങ്ങളിൽ നിൽക്കുന്നവർക്ക് കരുണ സമർത്ഥമായി ക്രിസ്തുവിലൂടെ ലഭിക്കുമെന്ന് ഇന്നും ഓർപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 3:7 നമ്മൾ വായിക്കുന്നുണ്ട്, therefore know that only those who are of faith are sons of Abraham. വിശ്വാസികൾ ആയവരത്രേ അബ്രഹാമിൻ്റെ മക്കൾ. ഒരു രക്തബന്ധമോ ഒരു ബയോളജിക്കൽ റിലേഷനോ ഒന്നും ഉണ്ടാകണമെന്ന് ഇന്ന് പുതിയ നിയമ ക്രിസ്ത്യാനികൾക്ക് നിർബന്ധമില്ല. ഈ പൗലോസിലെ ഓർപ്പിക്കുന്നത് വിശ്വാസത്താലാണ് നാം അബ്രഹാമിൻ്റെ മക്കളായിത്തീരുന്നത്. റോമാലേഖനം 4:16 പറയുന്നുണ്ട്, വിശ്വാസത്താൽ അത്രേ നാം അവകാശികളും ആയിത്തീരുന്നത്. അതുകൊണ്ട് ഈ കവനൻ്റ് റിലേഷനെ പറ്റിയുള്ള നല്ല ബോധ്യം,
ആ ഒരു യഥാർത്ഥ സ്ഥാനത്തേക്ക് ഒരുവനെ കൊണ്ട് എത്തിച്ചേർക്കുന്നത് കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയുടെ അനുഭവമാണ്. റെസ്റ്റോറേഷൻ ടു ഫുൾ ഡിഗ്നിറ്റി, അവളുടെ അന്തസ്സിലേക്ക് അവളെ പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കുന്ന ഒരു കാര്യമാണ്. സെന്റ് ജോൺ ക്രിസോസ്റ്റം ഓർപ്പിക്കുന്ന ഒരു കാര്യം, വുമൺസ് ഇൻഹെറന്റ് ഐഡന്റിറ്റി, അവളിൽ ഉണ്ടായിരുന്ന അന്തർലീനമായ ആ അന്തസ് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിൽ നിന്ന് അവളെ മടക്കിക്കൊണ്ടുവന്നു. ഷീ ഈസ് എ മെമ്പർ ഓഫ് കവനന്റൽ കമ്മ്യൂണിറ്റി. ഉടമ്പടി ബന്ധത്തിലുള്ള സമൂഹത്തിൻ്റെ അംഗത്വത്തിലേക്ക്, സത്വത്തിലേക്ക്, ആ അനുഭവത്തിലേക്ക് കർത്താവ് ഇവളെ മടക്കിക്കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവൾ ശാബത്തിൽ നിങ്ങളുടെ കാളയും കഴുതയും അഴിച്ചുകൊണ്ടുപോയി കുടിപ്പിക്കുന്നില്ലേ? എങ്ങനെയെങ്കിൽ ഈ ആരാധനയിലായിരിക്കുന്ന ഈ സ്ത്രീ ഈ ഒരു വലിയ മഹത്വത്തിലേക്ക് കടന്നു വരണ്ടേ എന്ന്. വാഗ്ദാനത്തിൻ്റെ സന്തതികൾ, അവർക്ക് സൗഖ്യമുണ്ടാകും, അവർ പുനഃസ്ഥാപിക്കപ്പെടും, അവർക്ക് അവരുടെ സത്വം മടങ്ങിക്കിട്ടും. അത് ക്രിസ്തുവിലൂടെ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. വീണ്ടും നമ്മൾ ഓർക്കേണ്ടത്, ഷീ ഈസ് എ സിംബൽ ഓഫ് ദ ഹോളി ചർച്ച്. സഭയുടെ ഒരു പ്രതീകമായിട്ടും പൗരസ്യ പിതാക്കന്മാർ ഈ സ്ത്രീയെ ഓർപ്പിക്കുന്നുണ്ട്. പാപത്താൽ വളഞ്ഞും വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന ഒരു സഭയുടെ പ്രതീകമായിട്ട് ഈ സ്ത്രീയെ പ്രതിനിധീകരിക്കുന്നു. ദിസ് വുമൻ ഓൾസോ റെപ്രസെന്റ് ദ ചർച്ച്, ബെൻറ്റ് ആൻഡ് ബർഡൻഡ് ബൈ സിൻ അവൈറ്റിംഗ് റിഡംഷൻ. നമ്മൾ ഓർക്കേണ്ടതാണ്, ഇന്ന് സഭയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും ഈ വിസിബിൾ ചർച്ചിൽ, ഈ പ്രത്യക്ഷമായി ലോകത്തിലെ സഭകളിൽ, മറ്റ് സഭകളെക്കാൾ കൂടുതൽ നമ്മുടെ സഭയെപ്പറ്റിയുള്ള വലിയൊരു ആത്മഭാരം നമുക്ക് ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് സഭയുടെ മഹത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതിലെ ഓരോ സജീവരായി ജീവിക്കേണ്ട, ജീവനുള്ള കല്ലുകളായിരിക്കേണ്ട നാം ഓരോരുത്തരും ഉണ്ടാകുന്ന അപചയം സഭയുടെ മഹത്വം നഷ്ടപ്പെട്ട്, സഭയുടെ മഹത്വം കുറഞ്ഞുപോയി, സഭ കുനിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നെങ്കിൽ ഇത് ഈ സ്ത്രീ സഭയുടെ ഒരു പ്രതീകമായി കാണുന്നു എന്ന് പിതാക്കന്മാർ ഓർപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ മകൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും മകളാണ്. നമുക്കറിയാം, സഭ എന്ന് പറയുന്നത് സകലത്തിൻ്റെ നിറവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയെന്ന് എഫേസ് ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നു. സഭയിൽ സകലത്തിൻ്റെ നിറവുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലാണ്. ഗ്രിഗറി ഓഫ് ദ ഗ്രേറ്റ് അദ്ദേഹം പറയുന്ന ഒരു വലിയ മഹത്തരമായ ഒരു കൊട്ടേഷനുണ്ട്. ദ വുമൺ ബെൻറ്റ് ഓവർ സിംബളൈസസ് the soul weighed down by earthly cares, but Christ, the ruler, liberator, straightened her to gaze upon the heaven, signifying the elevation of the soul to God. ഭൗതിക കാര്യങ്ങളാൽ കൂനിപ്പോയ ആത്മാവ് യഥാർത്ഥ വിമോചകനായ ക്രിസ്തു സ്വർഗത്തിലേക്ക് നോക്കുവാൻ അവളെ നേരെയാക്കുന്നു. ആത്മാവിനെ ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അബ്രഹാം ആസ് എ മോഡൽ